ഹായ് മക്കളെ, കിഡിമാക്സിലേക്ക് സ്വാഗതം. നമ്മൾ പേജ് 134 പ്രോബ്ലംസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. സർക്കിൾ മെഷേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ അതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ഇനി നമ്മൾ ചെയ്യാനുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യനിലേക്കൊന്ന് നോക്കാം. എന്താ പറഞ്ഞേക്കുന്നത്? എ വയർ വാസ് ബെൻഡ് ഇൻ ടു എ സർക്കിൾ ഓഫ് ഡയമീറ്റർ 4 സെൻറ്റിമീറ്റർ. ഒരു വയറ് വളച്ച് ഒരു സർക്കിൾ ഉണ്ടാക്കിയേക്കാണ്. എത്ര ഡയമീറ്റർ ഉള്ളത്? 4 സെൻറ്റിമീറ്റേഴ്സ്. വാട്ട് വുഡ് ബി ദ diameter of a circle made by bending a wire of half the length. അപ്പോൾ ഒരു വയറ് വളച്ച് ഉണ്ടാക്കിയ സർക്കിളിൻ്റെ ഡയമീറ്റർ 4 സെൻറ്റിമീറ്റർ ആണെങ്കിൽ എന്ത് കണ്ടുപിടിക്കണം? പകുതി വയർ എടുത്തിട്ട് നമ്മൾ മറ്റൊരു സർക്കിൾ ഉണ്ടാക്കുകയാണ്. അതായത് ആദ്യം ഉണ്ടാക്കിയ വയറിൻ്റെ പകുതി മാത്രം എടുത്ത് ഒരു സർക്കിൾ ഉണ്ടാക്കിയാൽ ആ സർക്കിളിൻ്റെ ഡയമീറ്റർ എത്രയായിരിക്കും? ഇതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിൻ്റെ ജസ്റ്റ് ഒരു റഫ് ഫിഗർ വരച്ച് നോക്കാം. നമ്മളോട് ചോദ്യത്തിൽ എന്താ പറഞ്ഞേക്കുന്നത്? ഒരു വയറ് വളച്ച് ഒരു സർക്കിൾ ഉണ്ടാക്കി. അങ്ങനെ സർക്കിൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എന്ത് കിട്ടി? ഡയമീറ്റർ 4 സെൻറ്റിമീറ്റർ ആണെന്ന് വന്നു. എന്നിട്ട് ചോദിച്ചേക്കുന്നത് എന്താ? ഈ വയറ് പകുതി കട്ട് ചെയ്തു, അതായത് ഇത്രയും വെച്ച് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് അത് വളച്ച് വേറൊരു സർക്കിൾ ഉണ്ടാക്കിയെങ്കിൽ അതിൻ്റെ ഡയമീറ്റർ എത്രയായിരിക്കും? നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചൊരു റിസൾട്ട് ഉണ്ട് അല്ലേ. എന്താണ്? പെരിമീറ്റർ ആൻഡ് ഡയമീറ്റർ ചേഞ്ചസ് ഇൻ സെയിം റേഷ്യോ. ഒരേ റേഷ്യോയിലല്ലേ അവർ ചേഞ്ച് ചെയ്യുക. അതായത് പെരിമീറ്റർ ഡബിൾ ചെയ്താൽ ഡയമീറ്റർ ഇരട്ടിയാകും, പെരിമീറ്റർ പകുതിയാക്കിയാൽ ഡയമീറ്റർ പകുതിയാകും. അങ്ങനെയല്ലേ? അപ്പം നമ്മൾ ഈ വയറ് വളച്ച് സർക്കിൾ ഉണ്ടാക്കുമ്പോൾ ആ വയർ എന്തായിട്ടാണ് മാറുന്നത്? സർക്കിളിൻ്റെ പെരിമീറ്റർ ആയിട്ടാണ് മാറുന്നത്. അങ്ങനെ പെരിമീറ്റർ എത്രയോ ആയിരുന്ന സമയത്താണ് നമുക്ക് സർക്കിളിൻ്റെ ഡയമീറ്റർ എന്ത് കിട്ടിയത്? 4 സെൻറ്റിമീറ്ററിന് കിട്ടിയത്. അപ്പം ഇനി പെരിമീറ്റർ പകുതി ആക്കുമ്പോൾ ഡയമീറ്ററും അപ്പം എന്ത് സംഭവിക്കും? ഒരേ റേഷ്യോയിലാണ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഡയമീറ്ററും പകുതിയാകും. നേരത്തെ ഉണ്ടായിരുന്നത് 4 ആണെങ്കിൽ 4ൻ്റെ പകുതി എത്രയായി? 2 സെൻറ്റിമീറ്റർ. ഇത്രേ ഉള്ളൂ കേട്ടോ ആ ചോദ്യത്തിൻ്റെ ഉത്തരം. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കിയേ. The perimeter of a circle of diameter 2 meters was measured and found out to be 6.28 meters. 2 മീറ്റർ ഡയമീറ്റർ ഉള്ള ഒരു സർക്കിളിൻ്റെ പെരിമീറ്റർ അളന്നു കഴിഞ്ഞപ്പോൾ എത്ര മീറ്റർ ഉണ്ടെന്ന് കിട്ടി? 6.28. ചോദിച്ചേക്കുന്നത് എന്താ? ഹൗ ഡു വി കമ്പ്യൂട്ട് ദ പെരിമീറ്റർ ഓഫ് എ സർക്കിൾ ഓഫ് ഡയമീറ്റർ 3 meters വിത്തൗട്ട് മെഷറിങ്? അളക്കാതെ നിങ്ങൾ എങ്ങനെ 3 മീറ്റർ ഡയമീറ്റർ ഉള്ളതിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കും? അളന്നു നോക്കാൻ പാടില്ല, അല്ലാതെ കണ്ടുപിടിക്കണം. നമ്മുടെ അടുത്താണെങ്കിൽ ഇപ്പോൾ ഫോർമുലയും ഇല്ല. അപ്പം നമ്മൾ എന്താ ചെയ്യുക? തന്നിട്ടില്ലേ 2 റിസൾട്ട്? ഈ റിസൾട്ടുകളിൽ ഏത് ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും നമുക്ക് എന്ത് പറയാം? ഇപ്പം ഈ ചോദിച്ചേക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം പറയാം. നമുക്ക് നോക്കാം. അപ്പം എന്താ അവർ പറഞ്ഞേക്കുന്നത്? 2 മീറ്റർ ഡയമീറ്റർ ഉള്ളപ്പോൾ പെരിമീറ്റർ ഈക്വൽ ടു എത്രയാണ് തന്നേക്കണേ? 6.28 മീറ്റർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കാം? 1 മീറ്റർ ആണ് ഡയമീറ്റർ എങ്കിൽ, 1 മീറ്റർ ഡയമീറ്റർ എങ്കിൽ പെരിമീറ്റർ ഈക്വൽ ടു എന്ത് വരും? 1 മീറ്റർ ആണ് ഡയമീറ്റർ എങ്കിൽ പെരിമീറ്റർ ഈക്വൽ ടു എന്ത് വരും? ഇവിടെ നമ്മൾ ഡയമീറ്ററിനെ എന്താ ചെയ്തേക്കുന്നത്? പകുതിയാക്കി, ഹാഫ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ പെരിമീറ്ററും സെയിം റേഷ്യോയിലല്ലേ മാറുക. അപ്പോൾ ഇതും എന്താകും? ഹാഫ് ആകും. 6.28/2. അതെന്ത് കിട്ടും നമുക്ക്? അത് ചെയ്യുമ്പോൾ 3.14 മീറ്ററിന് കിട്ടും. അപ്പോൾ 1 മീറ്റർ ഡയമീറ്റർ ആണെങ്കിൽ 3.14 മീറ്റർ. ഇത് ഉപയോഗിച്ചിട്ട് ഇനി നമുക്ക് എത്ര ഡയമീറ്ററിൻ്റെ വേണമെങ്കിൽ കണ്ടുപിടിച്ചൂടെ? 3 ഡയമീറ്റർ ഉള്ളതാണെങ്കിൽ പെരിമീറ്ററിനെ 3 കൊണ്ട് ഗുണിക്കുക. 5 മീറ്റർ ഡയമീറ്റർ ആണെങ്കിൽ പെരിമീറ്ററിനെ 5 കൊണ്ട് ഗുണിക്കുക. മനസ്സിലായോ മക്കൾക്ക്? നമ്മളിവിടെ ചോദിച്ചേക്കണേ എന്താ? അങ്ങനെയാണെങ്കിൽ 3 മീറ്റർ ഡയമീറ്റർ ഉള്ളപ്പോൾ പെരിമീറ്റർ ഈക്വൽ ടു എത്രയായിരിക്കും? അപ്പോൾ എന്തായിരിക്കും പെരിമീറ്റർ വരാൻ പോണേ? 1 മീറ്റർ ഉള്ളപ്പോൾ 3.14 എങ്കിൽ 3 മീറ്റർ ഉള്ളപ്പോൾ 3.14 ഇൻറ്റു ഏത് നമ്പറാണ് ചെയ്യേണ്ടേ? 3. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 12 ബാലൻസ് 1 4 9.42 മീറ്ററിന് കിട്ടും. ഇനി അതല്ല നിങ്ങളോടിപ്പോൾ 5 മീറ്റർ ആണെന്ന് ചോദിച്ചു എന്ന് വിചാരിക്കുക.
5 മീറ്റർ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാമല്ലോ പെരിമീറ്റർ ഈക്വൽ ടു എന്ത് വരും? 3.14 ഇൻറ്റു 5 എഴുതാൽ മതി. അപ്പോൾ 20 ബാലൻസ് 2 7 പിന്നെ 15.70. ഇതിപ്പോൾ ചോദിച്ചിട്ടില്ല കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ 2 മീറ്റർ ഉണ്ടായിരുന്നതിൽ നിന്ന് നമ്മൾ 1 മീറ്റർ ഉള്ളപ്പോഴത്തെ പെരിമീറ്റർ കണ്ടു. 1 മീറ്റർ ഉള്ളപ്പോഴത്തെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്താ ഗുണം? പിന്നെ ഏത് നമ്പർ ചോദിച്ചാലും അതിനെ അത്രയും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 3 മീറ്റർ ചോദിച്ചു കഴിഞ്ഞാൽ പെരിമീറ്ററിനെ 3 കൊണ്ട്, 1 മീറ്റർ ഉണ്ടായിരുന്നപ്പോഴത്തെ പെരിമീറ്ററിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 5 മീറ്ററിൻ്റെ ചോദിച്ചു കഴിഞ്ഞാൽ 1 മീറ്റർ ഉണ്ടായിരുന്നപ്പോഴത്തെ പെരിമീറ്ററിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി 7 മീറ്റർ ചോദിച്ചു കഴിഞ്ഞാൽ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 10 മീറ്ററിൻ്റെ ചോദിച്ചു കഴിഞ്ഞാൽ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇത്രേ ഉള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ അളക്കാതെ കണ്ടുപിടിക്കുന്നത്. ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ വരുന്ന അടുത്ത ഇതെന്താണെന്നറിയോ? നമ്മളൊരു ന്യൂ നമ്പറിനെ പരിചയപ്പെടുക എന്നാണ് പറയണത്. ന്യൂ നമ്പർ, നമ്മളിവിടെ പരിചയപ്പെടുന്ന ന്യൂ നമ്പർ എന്ന് പറയുന്നത് പൈ ആണ്. പൈ എന്ന് പറയുന്ന ന്യൂ നമ്പർ, ഇതിനെക്കുറിച്ച് തന്നെ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് ഞാനിപ്പോൾ കൂടുതൽ പറയുന്നില്ല. പൈയുടെ ഏകദേശ വില എന്ന് പറഞ്ഞാൽ 3.14 ആണ്. പൈയുടെ അപ്രോക്സിമേറ്റ് വാല്യൂ 3.14 ആണ് നമ്മൾ കണക്കുകളിലൊക്കെ ഉപയോഗിക്കുന്നത്. പക്ഷെ അങ്ങനെ പയ്യനെ നിസ്സാരനാക്കാൻ പറ്റില്ലാത്തൊരു വലിയ വ്യക്തിത്വമാണ് പൈ കേട്ടോ. അവരെ പറ്റി നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാണും. ഇനി എങ്ങനെയാണ് ഈ പൈ എന്നുള്ള ആശയം വന്നത്? നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ, പെരിമീറ്ററും ഡയമീറ്ററും എപ്പോഴും ഏത് റേഷ്യോയിലായിരിക്കും? സെയിം റേഷ്യോയിലാണ് മാറുക. അങ്ങനെ ഇവർ നോക്കിക്കഴിഞ്ഞപ്പോൾ എപ്പോഴും പെരിമീറ്റർ ഓഫ് എ സർക്കിൾ ബൈ ഡയമീറ്റർ ഓഫ് എ സർക്കിൾ എപ്പോഴും എന്താ വരുന്നത്? ഒരു കോൺസ്റ്റൻ്റ് വിലയാണ് വരുന്നത്. ഒത്തിരി കാലത്തെ മാത്തമാറ്റീഷ്യൻസിൻ്റെ പഠനത്തിൽ നിന്ന് അവർ കണ്ടുപിടിച്ചു പെരിമീറ്റർ ഓഫ് എ സർക്കിൾ. സാധാരണ നമ്മൾ സർക്കിളിൻ്റെ കാര്യം പറയുമ്പോൾ പെരിമീറ്റർ എന്നുള്ള വാക്ക് അങ്ങനെ ഉപയോഗിക്കാറില്ല. എന്താണ് ഉപയോഗിക്കുന്ന വാക്ക്? സർക്കംഫറൻസ് എന്നുള്ള വാക്കാണ് സാധാരണ സർക്കിളിൻ്റെ പെരിമീറ്ററിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുക. പെരിമീറ്റർ എന്നുള്ള വാക്ക് പൊതുവെ സർക്കിളിന് പറയാറില്ല, സർക്കംഫറൻസ്. പക്ഷെ നിങ്ങളുടെ ടെക്സ്റ്റിൽ പെരിമീറ്റർ എന്ന് പറഞ്ഞേക്കുന്നതുകൊണ്ട് മിസ് പെരിമീറ്റർ എന്ന് പറയണതാണ് കേട്ടോ. സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ ബൈ ഡയമീറ്റർ ഓഫ് എ സർക്കിൾ. ഇതെപ്പോഴും നമ്മൾ പറഞ്ഞില്ലേ, ഇവർ എപ്പോഴും സെയിം റേഷ്യോ ആണെന്ന് പറഞ്ഞു അല്ലേ. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള റേഷ്യോ എപ്പോഴും എന്താണ്? ഏകദേശം ഒരു കോൺസ്റ്റൻ്റ് വിലയാണ് വരുന്നതെന്ന് മാത്തമാറ്റീഷ്യൻസ് കണ്ടുപിടിച്ചു. ആ കോൺസ്റ്റൻ്റ് വിലേനെ ഇവർ വിളിച്ച പേരാണെന്ത്? പൈ. അത് എന്തുകൊണ്ടാണ് പൈ എന്ന് വിളിച്ചാൽ അതിൻ്റെ ചരിത്രം എന്താണെന്നൊക്കെ പറയാം കേട്ടോ. എപ്പോഴും പെരിമീറ്ററും ഡയമീറ്ററും സർക്കിളിൻ്റെ എന്തെന്നാണ് വരുന്നത്? ഒരു കോൺസ്റ്റൻ്റ് വാല്യൂ. ആ കോൺസ്റ്റൻറ്റിനെ അപ്പോൾ നമ്മൾ എന്ത് വിളിച്ചു? ആ സാധാരണ എപ്പോഴും വരുന്ന ആ കോൺസ്റ്റൻ്റ് വാല്യൂവിനെ എന്ത് വിളിച്ചു? പൈ എന്ന് വിളിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ നോക്കിയേ, അപ്പോൾ പെരിമീറ്റർ ബൈ ഡയമീറ്റർ ഈക്വൽ ടു പൈ. ഇതിൽ നമുക്കൊരു ഫോർമുല കിട്ടുമേ, അതിന് വേണ്ടിയിട്ടാണ്. പെരിമീറ്റർ ബൈ ഡയമീറ്റർ ഈക്വൽ ടു പൈ. അങ്ങനെയാണെങ്കിൽ പെരിമീറ്റർ ബൈ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2 ടൈംസ് റേഡിയസ് അല്ലേ. റേഡിയസ് ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? റേഡിയസും കൂടി 2 റേഡിയസ് ചേരുമ്പോഴല്ലേ ഡയമീറ്റർ. അപ്പോൾ ഡയമീറ്റർ എന്നുള്ളതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 2r എന്ന് കൊടുക്കാം. വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? പൈ. വിച്ച് ഇംപ്ലൈസ് പി ഈക്വൽ ടു എന്ത് വരും? ഈ 2r അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ 2πr എന്ന് വരും അല്ലേ. പെരിമീറ്റർ അല്ലെങ്കിൽ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ ഈസ് എന്താണ് ഫോർമുല? സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ കാണാനുള്ള ഫോർമുല പി ഈക്വൽ ടു 2πr. മനസ്സിലായി മക്കൾക്ക്? ഇനി ഇതെല്ലാം നമുക്ക് ഇത് വേണമെങ്കിൽ ഇത് തന്നെ 2r എന്ന് പറയുന്നത് ഡയമീറ്റർ ആണല്ലോ. അതുകൊണ്ട് പി ഈക്വൽ ടു പൈ ഡി. ഡി എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ വെച്ച് പറയുകയാണെങ്കിൽ പെരിമീറ്റർ ഈക്വൽ ടു പൈ ഡി. അതല്ല റേഡിയസ് വെച്ച് പറയുകയാണെങ്കിൽ പി ഈക്വൽ ടു 2πr. ഇതാണ് ഫോർമുല. അതിൽ പൈയുടെയൊക്കെ നമ്മൾ ഏകദേശ വില എന്താ കൊടുക്കുക? 22/7 എന്നുള്ളതും കൊടുക്കാറുണ്ട്, 3.14 എന്നുള്ളത്. നിങ്ങളോട് ചോദ്യത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം മക്കൾ വില കൊടുത്ത് ചെയ്താൽ മതി, അല്ലെങ്കിൽ പയ്യെന്ന് തന്നെ ഉത്തരത്തിൽ കിടന്നോട്ടെ. നമ്മളോട് പൈയുടെ വില ഇന്നത് കൊടുക്കാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറയും. അങ്ങനെ പറഞ്ഞാൽ മാത്രം മക്കൾ കൊടുത്താൽ മതി, അല്ലെങ്കിൽ പയ്യെന്ന് തന്നെ ഉത്തരത്തിൽ കിടന്നോട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത സെറ്റ് ചോദ്യങ്ങളിലെ ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഒന്നാമത്തെ ചോദ്യം എന്താ പറഞ്ഞേ? In the picture below, a regular hexagon, square and rectangle are drawn with their vertices on a circle.
കാൽക്കുലേറ്റ് ദ പെരിമീറ്റർ ഓഫ് ഈച്ച് സർക്കിൾ. നമ്മൾ നേരത്തെ കണ്ട രണ്ട് ഫിഗേഴ്സ് അല്ലേ, ഹെക്സഗണും ഉണ്ട് സ്ക്വയറും ഉണ്ട്. അവരും സർക്കിളും ആയിട്ടുള്ള ബന്ധം നമ്മൾ പറഞ്ഞു അല്ലേ. സർക്കിളിൻ്റെ റേഡിയസും ഹെക്സഗണും എങ്ങനെയാണ് വരുന്നത്, സ്ക്വയറിൻ്റെ ഒരു വശവും റേഡിയസും ആയിട്ടുള്ള ബന്ധം നമ്മൾ റെക്റ്റാങ്കിളിനെയാണ് പറയാത്തത്. അത് കുഴപ്പമില്ല, നമുക്ക് റെക്റ്റാങ്കിളിൻ്റെ കണ്ടുപിടിക്കാം. അപ്പം ഇത് നമുക്കപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് തന്നിരിക്കുന്നത്? ഹെക്സഗണിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എന്താ തന്നിരിക്കുന്നത്? 2 സെൻറ്റിമീറ്റർ. നമ്മൾ പറഞ്ഞായിരുന്നു ഹെക്സഗണിൻ്റെ ഒരു വശത്തിൻ്റെ നീളം ഈക്വൽ ടു എന്ത് വരും? റേഡിയസ് ഓഫ് ദ സർക്കിൾ വരും. ഞാൻ വെറുതെ ഒരു റഫ് ഫിഗറായിട്ട് മക്കളെ വരയ്ക്കുന്നേ. അപ്പോൾ നമുക്കൊരു ഹെക്സഗൺ ഉണ്ട്. ഇങ്ങനൊരു ഹെക്സഗണിന് റെഗുലർ ആണെന്ന് തന്നിട്ടുണ്ട്. റെഗുലർ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? എല്ലാ വശത്തിനും ഒരേ നീളമുള്ള ഹെക്സഗണാണ്. അങ്ങനെയാണെങ്കിൽ റെഗുലർ ഹെക്സഗണിൻ്റെ ലെങ്ത് ഓഫ് വൺ സൈഡ് ഓഫ് റെഗുലർ ഹെക്സഗൺ ഈക്വൽ ടു എത്രയാണ് വരുന്നത്? റേഡിയസ് ഓഫ് ദ സർക്കിൾ. അപ്പോൾ റേഡിയസ് ഓഫ് ദ സർക്കിളും ഹെക്സഗണിൻ്റെ ഒരു വശത്തിൻ്റെ നീളവും സെയിം ആയിട്ട് വരും. എന്തുകൊണ്ടാണ്? നമ്മൾ ഇവിടുന്ന് സെൻറ്ററിലേക്ക് ഇതെങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കുകയാണെങ്കിൽ ഇതെന്ത് വരും? ഒരു ഈക്വലാട്രൽ ട്രയാങ്കിൾ വരും, സെൻറ്ററുമായിട്ട് ഉണ്ടാക്കുന്ന ട്രയാങ്കിൾ. അപ്പോൾ ഇത് 2 സെൻറ്റിമീറ്റർ, ഇത് ഈക്വലാട്രൽ ആയതുകൊണ്ട് 3 വശത്തിന് ഒരു നീളമല്ലേ. അപ്പോൾ ഇതും 2 സെൻറ്റിമീറ്റർ, ഇതും 2 സെൻറ്റിമീറ്റർ. ഇതെന്ന് വെച്ചാൽ എന്താ? റേഡിയസ്. അങ്ങനെയാണ് ലെങ്ത് ഓഫ് വൺ സൈഡ് ഓഫ് ദ റെഗുലർ ഹെക്സഗൺ ഈക്വൽ ടു റേഡിയസ് ഓഫ് ദ സർക്കിൾ. അപ്പോൾ ഇത് മനസ്സിലാവാത്തവർ ഈ ചാപ്റ്ററിൻ്റെ പാർട്ട് 3യും പാർട്ട് 4ഉം കാണാം കേട്ടോ. ഇതിൽ രണ്ടെണ്ണത്തിലും വ്യക്തമായിട്ട് എങ്ങനെയാണ് ഹെക്സഗണിൻ്റെ ഒരു വശത്തിൻ്റെ നീളവും റേഡിയസും സെയിം ആകുന്നതെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് റേഡിയസ് ഓഫ് ദ സർക്കിൾ ഇപ്പോൾ ഇവിടെ കിട്ടി. എത്രയാണെന്ന്? 2 സെൻറ്റിമീറ്റർ ആണെന്ന് കിട്ടി. നമ്മളിവിടെ എന്താ ചോദിച്ചേക്കുന്നത്? പെരിമീറ്റർ. ദെയർഫോർ പെരിമീറ്റർ ഓഫ് സർക്കിൾ ഈക്വൽ ടു, നമ്മൾ പഠിച്ചല്ലോ ഫോർമുല 2πr എന്നല്ലേ. ദാറ്റ് ഈസ് 2π ഇൻറ്റു r എന്ന് വെച്ചാൽ ഇവിടെ എത്രയാ? 2, വിച്ച് ഈസ് ഈക്വൽ ടു 4π സെൻറ്റിമീറ്റർ. നിങ്ങളോട് പൈയുടെ വില കൊടുക്കാൻ പറഞ്ഞാൽ മാത്രം 3.14 കൊണ്ട് ഗുണിച്ചാൽ മതി. ഇപ്പോൾ ഇവിടെ നമ്മളോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നാലും നിങ്ങൾക്ക് അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയണ്ടേ. അതിന് വേണ്ടിയിട്ട് പൈയുടെ വില കൊടുക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? 4 ഇൻറ്റു 3.14 ചെയ്യും, വിച്ച് ഈസ് ഈക്വൽ ടു 3.14 ഇൻറ്റു 4 16, ബാലൻസ് 1 5 12. അപ്പോൾ എന്ത് വന്നു ഫൈനൽ ആൻസർ? 12.56 സെൻറ്റിമീറ്റർ. അപ്പോൾ പൈയുടെ വില കൊടുത്ത് ചെയ്യാൻ പറഞ്ഞാൽ 12.56. വില വെറുതെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനാണ്, പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ എന്ത് വരും? പെരിമീറ്റർ 4π സെൻറ്റിമീറ്റർ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കിയേ. ഒരു സർക്കിളിൻ്റെ അകത്ത് ഒരു സ്ക്വയർ തന്നിരിക്കുവാണ് അല്ലേ. ഒരു സ്ക്വയറാണ് തന്നിരിക്കുന്നത്. സ്ക്വയറിൻ്റെ ഒരു വശത്തിൻ്റെ നീളം തന്നിട്ടുണ്ട് എന്ത്? 2 സെൻറ്റിമീറ്റർ. ഇതേപോലെ തന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് വിശദമായിട്ടൊരു വീഡിയോയിൽ പഠിച്ചതാണ്. അതിൻ്റെ ലിങ്ക് മിസ് താഴെ കൊടുക്കുന്നുണ്ട് വീഡിയോയുടെ അടിയിൽ. എന്താണ് പറയുന്നത്? വൺ സൈഡ് ഓഫ് ദ സ്ക്വയർ ഈക്വൽ ടു എന്താണ്? √2 ടൈംസ് റേഡിയസ് ആണ്. √2 ടൈംസ് റേഡിയസ് ആണ് എപ്പോഴും ഒരു അതായത് സർക്കിളിൻ്റെ ഉള്ളിൽ ഇൻസ്ക്രൈബ് ചെയ്ത ഒരു സ്ക്വയറിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എന്ന് വെച്ചാൽ എന്താ? √2 ടൈംസ് റേഡിയസ്. അപ്പം നമുക്കിവിടെ ഇപ്പോൾ എന്ത് തന്നിട്ടുണ്ട്? ഒരു വശത്തിൻ്റെ നീളം തന്നിട്ടുണ്ട് അല്ലേ. 2 സെൻറ്റിമീറ്റർ ഈക്വൽ ടു √2 r. അതിൽ നിന്ന് നമുക്ക് r എന്താണെന്ന് പറയാലോ. r ഈക്വൽ ടു ഈ √2 ഇവിടുന്ന് ഇപ്പുറത്തോട്ട് വരുമ്പോൾ എന്ത് വരും? 2/√2. നമുക്കറിയാം ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യില്ല, √2 എന്നുള്ളത് റാഡിക്കൽസ് താഴെ വരുന്ന രീതിയിൽ എഴുതൂല. അപ്പം നമ്മൾ മുകളിലും താഴെയും അതിനെ ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? താഴത്തെ റാഡിക്കൽ കളയാൻ വേണ്ടി മുകളിലും താഴെയും നമ്മളൊരു √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇപ്പം നമുക്ക് എന്ത് കിട്ടി? r ഈക്വൽ ടു 2√2 ബൈ ഇതും തമ്മിൽ ചെയ്യുമ്പോൾ എന്താ വരിക? √2 ഇൻറ്റു √2 2. അപ്പോൾ ഇതും വെട്ടിപ്പോയി. എന്താണ് നമ്മുടെ ഉത്തരം? r ഈക്വൽ ടു എത്രയാണ്? √2 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ദെയർഫോർ പെരിമീറ്റർ റേഡിയസ് കിട്ടി. റേഡിയസ് ആണ് നമുക്ക് √2 എന്ന് കിട്ടിയത്. ദെയർഫോർ പെരിമീറ്റർ ഓഫ് സർക്കിൾ ഈക്വൽ ടു 2πr. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു π ഇൻറ്റു √2 വിച്ച് ഈസ് ഈക്വൽ ടു 2√2 π
സെൻറ്റിമീറ്ററിന് എഴുതാം. ഇനി ഇതിൻ്റെയും വില കൊടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾ √2-ൻ്റെയും പൈയുടെയൊക്കെ വില കൊടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കണം കേട്ടോ. ഇനി മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ അതിലെന്താ വന്നിരിക്കുന്നത്? ഒരു സർക്കിളിൻ്റെ അകത്ത് ഒരു റെക്റ്റാങ്കിൾ ഇൻസ്ക്രൈബ് ചെയ്തിരിക്കുകയാണ്. റെക്റ്റാങ്കിൾ. ആ റെക്റ്റാങ്കിളിൻ്റെ നീളവും വീതിയും അവർ തന്നിട്ടുണ്ട്. എത്രയാണെന്നാണ് തന്നിരിക്കുന്നത്? 2 സെൻറ്റിമീറ്ററും വീതി എത്രയാണെന്നാണ് തന്നേക്കണേ? 1.5 സെൻറ്റിമീറ്ററും. അപ്പം നമുക്കിതിൻ്റെ റേഡിയസ് അറിയില്ല. റേഡിയസ് അറിയില്ലെങ്കിൽ നമുക്ക് ഫോർമുലയും അറിയില്ലെങ്കിൽ എന്ത് ചെയ്യുക? ഇതുപോലെ ഒരെണ്ണം വരയ്ക്കുക. അപ്പം നമ്മൾക്ക് കിട്ടുന്ന ഇപ്പം പേര് കൊടുത്തു, ABC എന്ന് കൊടുത്തു. ABCയിൽ AB എന്തായിട്ട് വരും? ഡയമീറ്റർ ഓഫ് സർക്കിൾ വരും അല്ലേ? ഡയമീറ്റർ ഓഫ് സർക്കിൾ. മാത്രമല്ല ഇതെന്താ വരുന്നത്? ഇതൊരു റൈറ്റ് ട്രയാങ്കിളും അല്ലേ വരുന്നത്? AB എന്ന് പറയുന്നത് അതിൻ്റെ ഹൈപ്പോട്ട്ന്യൂസ് അല്ലേ? അപ്പോൾ AB ഈക്വൽ ടു ഹൈപ്പോട്ട്ന്യൂസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പൈത്തഗോറസ് തിയറം ചെയ്യുമ്പോൾ AB ഈക്വൽ ടു AC സ്ക്വയർ പ്ലസ് BC സ്ക്വയർ. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് AC സ്ക്വയർ എന്ന് വെച്ചാൽ എത്രയാ? 2ൻ്റെ സ്ക്വയർ പ്ലസ് BC എന്ന് വെച്ചാൽ എത്രയാ? 1.5ൻ്റെ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2ൻ്റെ സ്ക്വയർ 4 പ്ലസ് 15ൻ്റെ സ്ക്വയർ നമുക്കറിയാം അല്ലേ? 15ൻ്റെ സ്ക്വയർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എത്രയാന്ന്? 225. അപ്പോൾ 1.5 എന്ന് പറയുമ്പോൾ എന്ത് വരും? 1.5 ഇൻറ്റു 1.5. അപ്പോൾ ടോട്ടൽ എത്ര പോയിന്റ് നീക്കിയിട്ടാണ് നമ്മൾ കുത്തിടേണ്ടത്? 2 പോയിന്റ് നീക്കിയിട്ട്. ഒരു തവണ 0.5 പിന്നെ ഒരു തവണ 0.5. അപ്പോൾ 2 ഡെസിമൽസ് നീക്കി പോയിന്റ് ഇടണം. എവിടുന്ന്? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക്. അപ്പോൾ നമുക്ക് ഉത്തരം എന്ത് വരും? 2.25 എന്ന് വരും. അപ്പോൾ ഇത് 4ഉം 2.25. ചില കുട്ടികൾക്ക് ഇതൊക്കെ കൂട്ടാൻ അറിയില്ല കേട്ടോ. അവർക്ക് വേണ്ടിയിട്ടാണ് മിസ്സ് കൂട്ടി കാണിക്കുന്നത്. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എന്താ വരിക? 6.25. അതായത് റൂട്ട് ഓഫ് 6.25. നമുക്ക് 625ൻ്റെ റൂട്ട് അറിയാം അല്ലേ? 625ൻ്റെ റൂട്ട് എത്രയാ? 25. അങ്ങനെയാണെങ്കിൽ 6.25 എന്ന് പറയുമ്പോൾ എവിടെയാണ് കുത്തിടേണ്ടത്? ഇവിടെ 2 പോയിന്റ് കഴിഞ്ഞിട്ടല്ലേ കുത്ത്? അങ്ങനെയാണെങ്കിൽ റൂട്ട് എടുക്കുമ്പോൾ എന്താ വരിക? 1 പോയിന്റ് ശേഷം കുത്ത്. അപ്പം 2.5. വലത്തുനിന്ന് ഇടത്തോട്ടാണ് പോയിന്റ് ഇടേണ്ടത്. അപ്പം 2.5 എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഉത്തരം എന്ത് വന്നു? 2.5 ആണ് എന്ത്? ABയുടെ നീളം. AB എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയമീറ്റർ. ഡയമീറ്റർ ഈക്വൽ ടു 2.5. അങ്ങനെയാണെങ്കിൽ പെരിമീറ്ററിന് 2 ഫോർമുല ഇല്ലേ? ഡയമീറ്റർ വെച്ചിട്ടുള്ള ഫോർമുല ഇല്ലേ? അത് ഉപയോഗിക്കാം. പെരിമീറ്റർ ഈക്വൽ ടു ഡയമീറ്റർ വെച്ചിട്ടാണ് ഫോർമുല എങ്കിൽ എന്താണ്? πD. അതായത് ഈക്വൽ ടു എന്ത് വന്നു? 2.5 ഇൻറ്റു പൈ സെൻറ്റിമീറ്റർ. ഡയമീറ്റർ 2.5 ആണെന്ന് നമുക്ക് കിട്ടി. പൈ എന്നുള്ളതിനെ അങ്ങനെ തന്നെ കൊടുത്തു. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ മുഴുവൻ്റെ ഉത്തരം കിട്ടിയില്ലേ? ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കണം കേട്ടോ. മിസ്സിന് ഇപ്പോൾ 10ാം ക്ലാസ്സുകാർക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി പോകേണ്ടി വരുന്നത് കൊണ്ട് സമയം കുറച്ച് കുറവാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇടയ്ക്ക് ക്ലാസ്സിന് കുറച്ച് ലാഗിങ് വരുന്നത്. ഓക്കെ, അപ്പോൾ താങ്ക് യു.